ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 മൈക്രോ കൺട്രോളേഴ്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എംബഡഡ് സിസ്റ്റം. ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു കമ്പ്യൂട്ടറിനെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തെടുത്തിരിക്കുകയാണ് ഒരു സ്പെസിഫിക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു ലാർജ് സിസ്റ്റത്തിലെ ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറിനെ ഒഴിച്ച് ഇത് ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നത്. അതിനകത്ത് ഹാർഡ്വെയർ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ടാവും, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ടാവും. അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ പ്ലസ് സ്പെസിഫിക് ഫംഗ്ഷൻ ആയിരിക്കും. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുറേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹൈ റിലയബിലിറ്റി, ലോ പവർ കൺസപ്ഷൻ, റിയൽ ടൈം ഓപ്പറേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. റിയൽ ടൈം ഓപ്പറേഷൻ, കോസ്റ്റ് എഫക്റ്റീവ്, ലിമിറ്റഡ് മെമ്മറി ആൻഡ് പ്രോസസ്സിംഗ് പവർ ആയിരിക്കും. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻപുട്ട് ഡിവൈസിലൂടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, അവിടുന്ന് ഒരു മൈക്രോ കൺട്രോളറിലേക്ക് എത്തുന്നു. മൈക്രോ കൺട്രോളർ നമുക്ക് വേണ്ട മെമ്മറി ആൻഡ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നു, അത് നേരെ ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് എത്തുന്നു. ഇനി ഈ എംബഡഡ് ഡിവൈസസിന് കുറച്ച് എക്സാമ്പിൾസ് അത് മനസ്സിലാകുമ്പോൾ നമുക്ക് സംഭവം കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പം ഹോം അപ്ലയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന എംബഡഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, സ്മാർട്ട് TV, എയർ കണ്ടീഷനിങ് എക്സെട്ര. ഇനി ഓട്ടോമൊബൈൽസിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിലുള്ള എയർ ബാഗ്, അതായത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ നമ്മുടെ വണ്ടിയിൽ വരുന്ന എയർ ബാഗ് എല്ലാം എന്തിന് എക്സാമ്പിളാണ്? എംബഡഡ് സിസ്റ്റം. കാരണം അതിനുള്ളിലുള്ള മൈക്രോ കൺട്രോളർ അത് സെൻസ് ചെയ്ത്, ആ ഇമ്പാക്റ്റ് സെൻസ് ചെയ്തിട്ടായിരിക്കും ആ എയർ ബാഗിനെ അപ്പം തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്താണ് ശരിക്കും വരുന്നത്? മൈക്രോ കൺട്രോളറിനെ ബേസ് ചെയ്താണ് വരുന്നത്. പിന്നെ അതുപോലെ മെഡിക്കൽ ഡിവൈസസിലേക്ക് വരുമ്പോൾ ECG, നമ്മൾ ECGയിൽ എന്താണുള്ളത്? ഒരു ഇലക്ട്രോഡുണ്ട്. ആ ഇലക്ട്രോഡ് വെച്ചിട്ടാണ് നമ്മുടെ ഹാർട്ട് റേറ്റ്, ആ ഹാർട്ട് ബീറ്റിൻ്റെ റേറ്റ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് ECG എടുക്കുന്നത്. പിന്നെ അതുപോലെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. ഇനി കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കിനും റൂട്ടർ, വൈഫൈ, മൊബൈൽ ഫോൺ, ഇതെല്ലാം എംബഡഡ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? സ്മോൾ സൈസാണ്, റെസ്പോൺസ് ഫാസ്റ്റ് ആയിരിക്കും, കോസ്റ്റും കുറവായിരിക്കും, റിലയബിളാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. അപ്ഗ്രേഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും, ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഫിക്സഡ് ഫങ്ഷനാലിറ്റി. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് എംബഡഡ് സിസ്റ്റംസ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ എംബഡഡ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെലിവിഷൻ, ഡിജിറ്റൽ ക്യാമറ, സ്മാർട്ട് സ്പീക്കർ, പ്രിൻ്റർ, ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. ഓട്ടോമോട്ടീവിലേക്ക് വരുമ്പോഴത്തേക്കിനും ക്രൂയിസ് കൺട്രോൾ, ABS, എയർ ബാഗ് കൺട്രോൾ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതൊക്കെ. ജസ്റ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിച്ചു നോക്കുക. ഇനി ഇൻട്രൊഡക്ഷൻ ടു എംബഡഡ് C. എംബഡഡ് C എന്ന് പറയുന്നത് നമ്മുടെ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അത് ഈ എംബഡഡ് സിസ്റ്റം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്, എംബഡഡ് സിസ്റ്റവും മൈക്രോ കൺട്രോളേഴ്സിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജാണ് എംബഡഡ് C എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹാർഡ്വെയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയിരിക്കും അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്മോൾ മെമ്മറി ഫുട് പ്രിൻ്റ് ആയിരിക്കും, എക്സിക്യൂഷൻ ഫാസ്റ്റ് ആയിരിക്കും, ഇൻ്ററപ്റ്റ്സിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആക്സസ് ടു ഹാർഡ്വെയർ രജിസ്റ്റേഴ്സ് ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് മെമ്മറി. ഇനി എംബഡഡ് സിയും C പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. C ലാംഗ്വേജ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ജനറൽ പർപ്പസ് പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട്. എംബഡഡ് CO എംബഡഡ് ആപ്ലിക്കേഷൻസിന്. അതുപോലെ തന്നെ C ലാംഗ്വേജിൽ ഹാർഡ്വെയർ ആക്സസ് ഒന്നുമില്ല, പക്ഷേ എംബഡഡ് Cയിൽ ഡയറക്റ്റ് ഹാർഡ്വെയർ കൺട്രോൾ ആയിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഒരു ചെറിയ സിമ്പിൾ എംബഡഡ് C എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മെയിൻ പോയിൻറ്റ്സിലേക്ക് പോകാം. മൈക്രോ കൺട്രോളർ വേഴ്സസ് മൈക്രോ പ്രൊസസ്സർ. ഒരു മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിനകത്ത് CPU മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് കമ്പോണൻസ് വേണം. RAM, ROM, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, ടൈമേഴ്സ്, ഇതെല്ലാം നമുക്ക് എക്സ്റ്റേണൽ കോമ്പോണൻസ് ആയിട്ട് മൈക്രോ പ്രൊസസ്സറിന് ആവശ്യമുണ്ട്. കാരണം അതിൽ CPU മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റൽ പെൻറ്റിയം, AMD റൈസൺ ഒക്കെ. ഇനി എന്താണ് മൈക്രോ കൺട്രോളർ? ഈ എല്ലാത്തിനെയും ഒരു ചിപ്പിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ എന്തൊക്കെയുണ്ട്? CPU ഉണ്ട്, RAM ഉണ്ട്,
ഫ്ലാഷ് മെമ്മറി ഉണ്ട്, ടൈമേഴ്സ് ഉണ്ട്, എല്ലാം മൈക്രോ കൺട്രോളറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ആം കോർട്ടെക്സ് എം, STM32. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടായിരിക്കും തോന്നുന്നു നിങ്ങൾക്ക് പ്രൊജക്റ്റും എല്ലാം ചെയ്യാനുണ്ടാവുന്നത്. പിന്നെ കമ്പാരിസൺ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്രോ പ്രൊസസ്സർ, മൈക്രോ കൺട്രോളർ. മൈക്രോ പ്രൊസസ്സറിന് നമ്മൾ പറഞ്ഞു CPU മാത്രമേ ഉള്ളൂ, എക്സ്റ്റേണൽ മെമ്മറി റിക്വയർഡ് ആണ്, ഹൈ പവർ കൺസപ്ഷൻ, യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്, എക്സ്പെൻസീവ് ആണ്, ലാർജ് PCB സൈസ് ആൻഡ് ഹൈ പ്രോസസ്സിംഗ് പവർ. അതേസമയം മൈക്രോ കൺട്രോളറിലോ എല്ലാം ഇൻ്റഗ്രേറ്റഡ് ആണ്. CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, പെരിഫറൽസ് ഉണ്ട്, ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്, പവർ കൺസപ്ഷൻ ലോ ആയിരിക്കും. എംബഡഡ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. കോസ്റ്റ് കുറവാണ്, കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും, മോഡറേറ്റ് പ്രോസസ്സിംഗ് പവർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ പ്രൊസസ്സേഴ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിൽ ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ആർക്കിടെക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ ബേസിലാണ് നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ഇൻസ്ട്രക്ഷൻ സെറ്റ്, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ പഠിച്ച കാര്യങ്ങളാണ്. CISC, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അതിന് ലാർജ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ടാവും, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, മൾട്ടിപ്പിൾ ക്ലോക്ക് സൈക്കിൾസ് ഉണ്ടായിരിക്കും. എന്തിൽ? CISC-ൽ. അതിൻ്റെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിസ്ക് ആർക്കിടെക്ചർ, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, എക്സിക്യൂഷൻ ഫാസ്റ്റ് ആയിരിക്കും, 1 ഇൻസ്ട്രക്ഷൻ പെർ സൈക്കിൾ ആയിരിക്കും മോസ്റ്റ്ലി ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. റിസ്ക് വി ആർക്കിടെക്ചർ, ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ബേസ്ഡ് ഓൺ വേർഡ് സൈസ്, നമുക്കറിയാമല്ലേ 8 ബിറ്റ് ഉണ്ട്, 16 ഉണ്ട്, 32 ഉണ്ട്, കറൻ്റ്ലി 64 വരെയാണ് ഉള്ളത്. അപ്പോൾ പ്രൊസസ്സർ 8051 പ്രൊസസ്സറിൻ്റെ വേർഡ് സൈസ് എന്ന് പറഞ്ഞത് 8 ബിറ്റാണ്. അതുപോലെ മോഡേൺ PC വരെ എത്തി നിൽക്കുമ്പോൾ 64 ബിറ്റ് ഉണ്ട്. ആ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ, ജനറൽ പർപ്പസ് പ്രൊസസ്സർ, DSP, GPU, മൈക്രോ കൺട്രോളർ ആൻഡ് എംബഡഡ് പ്രൊസസ്സേഴ്സ്. ഇനി ARM Cortex-M സീരീസിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം. എംബഡഡ് ആൻഡ് IoT ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ARM Cortex-M പ്രൊസസ്സേഴ്സ്. അത് ഡെവലപ്പ് ചെയ്തത് ARM ഹോൾഡിങ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി Cortex-M ഫാമിലിയിൽ ഉള്ള പ്രൊസസ്സേഴ്സും അതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. Cortex-M0 ലോ കോസ്റ്റ് ഡിവൈസസ് ആണ്, M0+ അൾട്രാ ലോ പവർ ആണ്, അങ്ങനെ M55 വരെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ്: പവർ ലോ ആയിരിക്കും, പെർഫോമൻസ് ഹൈ ആയിരിക്കും, ഫാസ്റ്റ് ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് ആയിരിക്കും. ഇനി ഇൻട്രൊഡക്ഷൻ ടു Cortex-M23 ആൻഡ് Cortex-M33. രണ്ടും ARM v8m ആർക്കിടെക്ചറിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഹാർഡ്വെയർ സെക്യൂരിറ്റി, ട്രസ്റ്റ് സോൺ ടെക്നോളജി യൂസ് ചെയ്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി പറയാത്തത് വീഡിയോ ഒത്തിരി ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ്. ഇനി അതിൻ്റെ രണ്ടിൻ്റെ ഒരു കമ്പാരിസൺ ടേബിൾ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഈച്ച് വണ്ണായിട്ട് നോക്കുന്നുണ്ട്, അതിൻ്റെ കമ്പാരിസൺ ടേബിൾ. കാരണം എക്സാമിന് നമുക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഇതുപോലെ കമ്പാരിസൺ ടേബിളൊക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിലും കൂടെ ഇവിടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പിന്നെ ARM v8m ആർക്കിടെക്ചർ എന്ന് പറയുന്നതാണ് ലേറ്റസ്റ്റ് Cortex-M പ്രൊസസ്സേഴ്സിൻ്റെ ആർക്കിടെക്ചർ. അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ട്രസ്റ്റ് സോൺ സെക്യൂരിറ്റി, ബെറ്റർ ഇൻ്ററപ്റ്റ് മാനേജ്മെൻറ്റ്, ഇംപ്രൂവ്ഡ് ഡീബഗിങ്, DSP സപ്പോർട്ട്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് സപ്പോർട്ട് എക്സെട്ര. അതിൻ്റെ ഒരു സെക്യൂരിറ്റി മോഡൽ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ആ ജസ്റ്റ് ആ ഫിഗർ വരച്ച് വെച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പിന്നെ ARM കോർ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റേഴ്സ്, ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. രജിസ്റ്റേഴ്സ് ആണ് ഹൈ സ്പീഡ് സ്റ്റോറേജ് ലൊക്കേഷൻസ് ഇൻസൈഡ് ദ CPU. പിന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി ആർക്കിടെക്ചർ. ARM Cortex-M uses a hardwired architecture with separate instructions and data paths internally, enabling faster access. നമ്മൾ ഹാർഡ്വെയർ ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. അവിടെ സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസും ഡേറ്റാ പാത്സും ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഫാസ്റ്റർ ആക്സസ് ആയിരിക്കും നടക്കുന്നത്. അതിൻ്റെ ടിപ്പിക്കൽ മെമ്മറി മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലാഷ് മെമ്മറി നിന്ന് ഡയറക്റ്റ്ലി SRAM, അവിടെ നിന്ന് പെരിഫറൽ രജിസ്റ്റേഴ്സ്, പിന്നെ സിസ്റ്റം മെമ്മറി. പിന്നെ ബസ് ആർക്കിടെക്ചർ. ARM uses the AMBA ആർക്കിടെക്ചർ. അഡ്വാൻസ്ഡ് മൈക്രോ കൺട്രോളർ ബസ് ആർക്കിടെക്ചറാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ബസ്സസ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ ബസ്, ഡേറ്റാ ബസ് ആൻഡ് സിസ്റ്റം ബസ്. അതിൻ്റെ ബെനിഫിറ്റ്സും ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ ആൻഡ് എഫിഷ്യൻറ്റ് പെരിഫറൽ ആക്സസ്. ഈ പ്രീവിയസ് Cortex-M ജനറേഷൻസിൻ്റെ എല്ലാം കമ്പാരിസൺ ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് എംബഡഡ് സിസ്റ്റംസ്, എന്താണ് എംബഡഡ് സി, മൈക്രോ കൺട്രോളർ എന്താണ്, മൈക്രോ പ്രൊസസ്സർ എന്താണ്, റിസ്ക് എന്താണ്, ആം കോർട്ടെക്സ് എം എന്താണ്, ട്രസ്റ്റ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നെല്ലാം ഒരു ബ്രീഫ് നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് യൂണിവേഴ്സിറ്റി എക്സാം ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിന് എന്താണ് എംബഡഡ് സിസ്റ്റം, ആപ്ലിക്കേഷൻസ്, എംബഡഡ് സി, മൈക്രോ കൺട്രോളർ, പ്രൊസസ്സർ, റിസ്ക്, ട്രസ്റ്റ് സോൺ എല്ലാം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ 10 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, ഇത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താങ്ക് യു.